പോകുന്ന തീ ആളിക്കത്തുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇസ്രായേലിന്റെ നിലവിലെ അവസ്ഥ. നിങ്ങളിനി അധിക നാളില്ല കേട്ടോ. ജൂതരാഷ്ട്രത്തെ ശിരസിൽ വഹിച്ച രാഷ്ട്രങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു വഴി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഗാസയിലെ വംശഹത്യ അവസാനിപ്പിച്ച് ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് മടങ്ങിപ്പോകുക. ദൈവമുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. ഇത്രനാളും നിങ്ങൾ ചെയ്തത് ചോദിക്കാൻ ആരുമില്ലെന്ന അഹങ്കാരവും അമേരിക്ക എന്ന സൂപ്പർ പവർ കൂടെയുണ്ടെന്ന ധാർഷ്ട്യവും എന്നേക്കുമായി അവസാനിപ്പിച്ചോളൂ. ലോകത്ത് ജൂതരാഷ്ട്രം ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അറബ് മണ്ണിൽ നിങ്ങൾക്ക് സ്ഥലം തന്ന അതേ രാജ്യങ്ങൾ പോലും നിങ്ങളുടെ ചെയ്തികളിൽ മനം നൊന്ത് നിങ്ങളെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനിയും മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ലോകത്ത് കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതയ്ക്ക് അവർക്ക് എന്ത് ശിക്ഷ ലഭിക്കണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഉത്തരം എന്തായാലും കമന്റായി രേഖപ്പെടുത്തണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരിക്കൽ കൂട്ടുനിന്നവരൊക്കെ തന്നെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. യുദ്ധത്തിന്റെ പേരിട്ട് വംശഹത്യ തുടരുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സമരസപ്പെടാൻ മനസാക്ഷിയുള്ള ഒരു രാജ്യത്തിനും കഴിയില്ലെന്ന് സഖ്യകക്ഷികൾ വരെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കൊന്ന് കലിയടങ്ങാതെ ഇസ്രായേൽ തുടരുന്നു. കനത്ത ഉപരോധങ്ങളും വിമർശനങ്ങളുമായി സഖ്യകക്ഷികൾ തന്നെ ആ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞതോടെ ഇനിയെങ്കിലും ഇസ്രായേൽ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലുകാരുടെ ജീവിതത്തിന് പുല്ലുവില കൊടുത്ത് അയാൾ ഗാസയ്ക്ക് മുകളിൽ സംഹാര താണ്ഡവമാടുകയാണ്. ഇനി എന്ത് എന്നറിയാതെ പകച്ചുപോയ കുറെ പാവം മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നു. എങ്കിൽ തിരിച്ചറിയുക, നിങ്ങൾ നേരിടാൻ പോകുന്നത് ചെയ്തു കൂട്ടിയ തെറ്റിന് എണ്ണി ഉത്തരം പറയേണ്ടത് ആഗോള മനുഷ്യ സമൂഹത്തോടാണ്. യുദ്ധമുറകളിലെ തന്നെ ഏറ്റവും നീചവും നാണം കെട്ടതുമായ തന്ത്രങ്ങളാണ് നെതന്യാഹു ഗാസയിൽ ഇപ്പോൾ പയറ്റുന്നത്. വമ്പൻ രാജ്യമെന്നൊക്കെ വീമ്പിളക്കിയിട്ട് കുട്ടികളെ അടക്കം പട്ടിണിക്കിരയാക്കിയാണ് നെതന്യാഹു യുദ്ധം തുടരുന്നത്. യുദ്ധത്തിന് പോലും ഒരു നീതിയുണ്ട്. കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സാധാരണ പൗരന്മാരെ യാതൊരു തരത്തിലും ഹനിക്കാൻ ഇവിടെ അവകാശമില്ല എന്നതാണ് യുദ്ധത്തിന്റെ നീതി. എന്നാൽ ഇസ്രായേൽ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? ഗാസയിൽ നടക്കുന്നത് യുദ്ധമോ പ്രതിരോധമോ അല്ല, അത് തീർത്തും വംശഹത്യയാണ്. ആദ്യം ഒപ്പം നിന്ന അമേരിക്ക ഒഴികെയുള്ള കൂട്ടുകാർക്ക് ഇത് വ്യക്തമായതോടെയാണ് ഇപ്പോൾ ജൂതരാഷ്ട്രത്തിനെതിരെ വിരൽ ചൂണ്ടാൻ അവർ തുടങ്ങിയിരിക്കുന്നത്. ഈ ക്രൂര കൃത്യത്തിനെതിരെയും യുദ്ധായുധമായി പട്ടിണിയെ ഉപയോഗിച്ചതിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഒരു മുതിർന്ന സ്പാനിഷ് ഉദ്യോഗസ്ഥ. ഉപപ്രധാനമന്ത്രിയും തൊഴിൽ മന്ത്രിയുമായ ലൊയാൻഡ ഡയസ് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ അടിയന്തര ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഭരണകൂടത്തെ ലക്ഷ്യം വെച്ചുള്ള പാർലമെന്റ് അംഗീകരിച്ച ആയുധ ഉപരോധം വേഗത്തിൽ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇസ്രായേൽ യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൊന്ന് പട്ടിണിയാണെന്ന് അന്താരാഷ്ട്ര നടപടിയുടെ അടിയന്തര ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചു. ലോകത്തിന്റെ കൺമുന്നിൽ നിന്ന് ഗാസയിൽ ഇത്രയും ക്രൂരമായ കൂട്ടക്കൊല നടത്തുന്ന ഇസ്രായേലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും അവർ അറിയിച്ചു. ഗാസ നിയമം എന്നറിയപ്പെടുന്ന ഒരു നോൺ ബൈൻഡിംഗ് പ്രമേയം സ്പാനിഷ് പാർലമെന്റ് അംഗീകരിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ഡയസിന്റെ ഈ പ്രസ്താവനകൾ വരുന്നത്. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന രാഷ്ട്രങ്ങൾക്ക് മേൽ അന്താരാഷ്ട്ര കോടതികൾ ഏർപ്പെടുത്തുന്ന ആയുധ ഉപരോധമാണ് ഈ നിയമം. 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച ഇസ്രായേൽ ഭരണകൂടത്തെ നേരിട്ട് ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം. ഇസ്രായേൽ കമ്പനിയായ IMI സിസ്റ്റംസിൽ നിന്ന് വെടിമരുന്ന് വാങ്ങുന്നതിനുള്ള 6.6 മില്യൺ യൂറോയുടെ കരാർ ഏപ്രിലിൽ സ്പാനിഷ് സർക്കാർ ഏകപക്ഷീയമായി റദ്ദാക്കിയിരുന്നു. ഡയസിന്റെ സുമർ പാർട്ടി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ തീരുമാനം. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നിരവധി രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ പുനഃപരിശോധിച്ചു വരികയാണ്. ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയോ നയതന്ത്ര ബന്ധത്തിൽ പുനരാലോചന നടത്തിയ രാജ്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് മറുപടിയായി നിരവധി രാജ്യങ്ങൾ നയതന്ത്ര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ബൊളീവിയാണ്. ഗാസയിൽ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി ആരോപിച്ച് 2023 നവംബറിൽ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യമാണ് ബൊളീവിയ. രണ്ടാമത്തത് നിക്കരാഗ്വയാണ്. ഗാസയിലെ ഇസ്രായേലിലെ നടപടികളെ വംശഹത്യ എന്ന് അപലപിച്ചുകൊണ്ട് 2024 ഒക്ടോബറിൽ ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഇവർ വിച്ഛേദിച്ചു. 3 കൊളംബിയയും ചിലിയുമാണ്. സിവിലിയൻ മരണങ്ങളും അന്താരാഷ്ട്ര മാനുഷിക നിയമ ലംഘനങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകളും ചൂണ്ടിക്കാണിച്ച് അവരുടെ അംബാസഡർമാരെ തിരിച്ചു വിളിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. അടുത്തത് ഹോണ്ടുറാസ് ആണ്. ഗാസയിലെ ഗുരുതരമായ മാനുഷിക സാഹചര്യം കാരണം അവരുടെ അംബാസഡർമാരെ തിരിച്ചു വിളിക്കുകയായിരുന്നു. അടുത്തത് ബെലീസ്. നയതന്ത്ര ബന്ധങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനോടൊപ്പം ഇസ്രായേലിന്റെ അംബാസഡറെ ഓണററി കൗൺസിലും അംഗീകാരവും പിൻവലിച്ചു.
അടുത്തത് ദക്ഷിണാഫ്രിക്ക. ഇസ്രായേലിന്റെ വംശഹത്യാപരമായ വ്യോമാക്രമണങ്ങൾ, അന്താരാഷ്ട്ര നിയമം ബഹുമാനിക്കാൻ വിസമ്മതിച്ചു എന്നിവ ചൂണ്ടിക്കാണിച്ച് ടെൽ അവീവിൽ നിന്നുള്ള എല്ലാ നയതന്ത്രജ്ഞയെയും അവർ തിരിച്ചു വിളിച്ചു. അടുത്തത് ചാഡ്. നിരപരാധികളായ സിവിലിയന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെ അപലപിച്ചുകൊണ്ട് അവരുടെ ചാർജ് ഡി അഫേഴ്സ് തിരിച്ചു വിളിച്ചു. അടുത്തത് തുർക്കിയാണ്. ഗാസയിലെ മാനുഷിക ദുരന്തവും വെടിനിർത്തലിനുള്ള ഇസ്രായേലിന്റെ ആഹ്വാനങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചതും ചൂണ്ടിക്കാട്ടി അവരുടെ അംബാസിഡറെ തിരിച്ചു വിളിക്കുകയായിരുന്നു. അടുത്തത് ബഹ്റിനാണ്. ഗാസയെ ചൊല്ലി സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരുടെ അംബാസഡർമാരെ തിരിച്ചു വിളിക്കുകയും ഇസ്രായേലിലേക്കുള്ള വിമാനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചുവെങ്കിലും പിന്നീട് അതിന്റെ നടപടികളെ വിമർശിച്ച് രാജ്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് ആദ്യമൊക്കെ ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഒരു പ്രതിരോധമായിട്ടാണ്, ഇസ്രായേലിന്റെ ഒരു പ്രതിരോധമായിട്ട് മാത്രമാണ് ചില രാജ്യങ്ങളൊക്കെ നോക്കിക്കണ്ടത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഇസ്രായേൽ അതിന്റെ തനി നിറം പുറത്തോട്ട് കൊണ്ടുവന്നു. അതായത് ഗാസയെ തുടച്ചു നീക്കുക എന്ന നടപടി സ്വീകരിച്ചതോടെ ചില രാജ്യങ്ങളൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള രാജ്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മുമ്പ് ഇസ്രായേലുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന ചില രാജ്യങ്ങൾ ഗാസയിലെ അവരുടെ നടപടികളെക്കുറിച്ച് വിമർശനം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മനുഷ്യത്വരഹിതമായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അപലപിക്കുകയായിരുന്നു അവരൊക്കെ ചെയ്തത്. യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, കാനഡ എന്നിവയാണ് ഈ കൂട്ടത്തിലെ പ്രമുഖരായിട്ടുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലെ നേതാക്കൾ ഗാസയ്ക്കുള്ള സഹായ ഉപരോധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയായിരുന്നു. മാനുഷിക സഹായത്തിന്റെയും വെടിനിർത്തലിന്റെയും ആവശ്യകത അവർ ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു നേതാക്കൾ സംസാരിച്ചത്. ഹമാസിനെ ധൈര്യപ്പെടുത്താൻ അവർ ശ്രമിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നയതന്ത്ര സംഘർഷങ്ങൾക്കും കാരണമായിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനാണ് അടുത്തത്. ഗാസയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക പ്രതിസന്ധി കാരണം ഇസ്രായേലുമായുള്ള വ്യാപാര കരാർ പുനഃപരിശോധിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു യൂറോപ്യൻ യൂണിയൻ. അടുത്തത് ജപ്പാൻ എന്ന രാഷ്ട്രമാണ്. ഗാസയിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളെ തുടർന്ന് ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പന നിർത്തിവെക്കുകയായിരുന്നു ജപ്പാൻ. അടുത്തത് നെതർലാൻഡാണ്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനങ്ങൾ ഭയന്ന് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി അവർ അവസാനിപ്പിക്കുകയായിരുന്നു. അറബ് രാഷ്ട്രങ്ങളുടെ പ്രതികരണം എന്താണെന്ന് കൂടി ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു, അതുകൂടി നോക്കാം. ഗാസ സംഘർഷത്തിൽ നിരവധി അറബ് രാജ്യങ്ങളും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യത്തേത്, അതിൽ പ്രധാനപ്പെട്ടത് സൗദി അറേബ്യ തന്നെയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു സൗദി അറേബ്യ. അടുത്തത് ജോർദാനാണ്. ഗാസയിൽ അഭൂതപൂർവമായ മാനുഷിക ദുരന്തം സൃഷ്ടിച്ചുവെന്ന് ആരോപിച്ച് ഇസ്രായേലിലെ തങ്ങളുടെ അംബാസിഡർമാരെ ജോർദാൻ തിരികെ വിളിക്കുകയായിരുന്നു. 2023 ഒക്ടോബറിലെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലി സൈനിക നടപടികളിൽ 53,000-ലധികം ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. അതിൽ ഗണ്യമായ അനുപാതം സാധാരണക്കാരാണ് എന്നതാണ് ഇസ്രായേൽ എത്രത്തോളം ക്രൂരതയാണ് ഗാസയിൽ ചെയ്തു കൂട്ടിയത്, അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയോട് ചെയ്തു കൂട്ടിയത് എന്നത് നമ്മളോട് പറയുന്നത്. വ്യാപകമായ ബോംബാക്രമണങ്ങൾ, ആശുപത്രികൾ, അതുപോലെ സ്കൂളുകൾ, പാർപ്പിട മേഖലകൾ എന്നിവയുൾപ്പെടെ ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനായിട്ടും നശിപ്പിക്കാൻ ഇസ്രായേൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് വ്യാപകമായ കുടിയിറക്കത്തിനും ദുരിതത്തിനും കാരണമായി. ഗാസയിലെ ജനസംഖ്യയുടെ 90%-ത്തിലെയും നിർബന്ധിതമായി കുടിയിറക്കിയത് എടുത്തു കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ ചെയ്തതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിച്ചിട്ടുണ്ട്. പട്ടിണിയെ യുദ്ധമാർഗമായി ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ യുദ്ധക്കുറ്റങ്ങളായി കണക്കാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ ഉപരോധം ഗാസയിലേക്കുള്ള ആവശ്യ സഹായങ്ങളുടെ ഒഴുക്കിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇത് മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. മുഴുവൻ ജനങ്ങളും ക്ഷാമത്തിന്റെ ഭീഷണിയിലാണെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പും നൽകി. ഉപരോധം നീക്കി മാനുഷിക സഹായം അനുവദിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ് ഐക്യരാഷ്ട്രസഭ ചെയ്തത്. ഈ അഭ്യർത്ഥനകൾ ഉണ്ടായിരുന്നിട്ടും അതൊന്നും നോക്കാതെ, അതൊന്നും മാനിക്കാതെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. സഹായ വിതരണങ്ങൾ അപര്യാപ്തമായിട്ടാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. ആവശ്യമായ സാധനങ്ങളുടെ ഒരു ഭാഗം മാത്രമേ ആവശ്യമുള്ളവരിലേക്ക് ഇപ്പോഴും എത്തുന്നുള്ളൂ. അന്താരാഷ്ട്ര സമൂഹം അപലപിക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ നടപടികളെ വിമർശിക്കുകയും ആക്രമണം തുടർന്നാൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി വിവിധ രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ചിലർ ബന്ധം വിച്ഛേദിക്കുകയോ അംബാസഡർമാരെ തിരിച്ചു വിളിക്കുകയോ ചെയ്തപ്പോൾ മറ്റു ചിലർ വിമർശനം പ്രകടിപ്പിക്കുകയും മാനുഷിക സഹായത്തിനും വെടിനിർത്തലിനും ആഹ്വാനം ചെയ്യുകയുമാണ് ചെയ്തത്. സംഘർഷത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര കാഴ്ചപ്പാടുകളിൽ ഗണ്യമായ മാറ്റമാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികൾ, സിവിലിയന്മാർക്ക് നേരെയുള്ള സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾക്കും അതുപോലെ വ്യാപകമായ വിമർശനത്തിനും കാരണമായിട്ടുണ്ട്. മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം തന്നെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഇസ്രായേൽ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതിനെല്ലാം അവർക്ക് തക്ക ശിക്ഷ ലഭിക്കേണ്ടതില്ലേ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.